എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: അവനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറയണം. തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് മിസ്ലീഡ് ചെയ്യുക എന്നാണ്. സോ ഡോണ്ട് മിസ്ലീഡ് ഹിം എന്ന് പറഞ്ഞാൽ അവനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നാണ് മീനിങ്. ഡോണ്ട് മിസ്ലീഡ് ഹിം. ഇനി അടുത്തത്, നിങ്ങൾക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയണം. അപ്പം അതെങ്ങനെ പറയും? യു ആർ മിസ്റ്റേക്കൺ. മിസ്റ്റേക്കൺ എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റിയ എന്നുള്ള മീനിങ് ആണ്. സോ നിങ്ങൾക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ യു ആർ മിസ്റ്റേക്കൺ എന്ന് പറയാം. യു ആർ മിസ്റ്റേക്കൺ. ഇനി അടുത്തത്, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് നോ മോർ അബൌട്ട് ഇറ്റ്. ഐ ഡോണ്ട് നോ മോർ അബൌട്ട് ഇറ്റ്. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്നാണ്. ഐ ഡോണ്ട് നോ മോർ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നാണ്. ചില ആളുകൾ ഒരു കാര്യത്തെപ്പറ്റി അഭിപ്രായം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഫിക്കിൾ മൈൻഡഡ് എന്നാണ് പറയുന്നത്. സോ നമുക്കിങ്ങനെ പറയണം: അവൾ അത്രയ്ക്ക് ചഞ്ചല മനസ്സുള്ളവളാണ്. അതെങ്ങനെ പറയും? ഷീ ഈസ് സോ ഫിക്കിൾ മൈൻഡഡ്. ഷീ ഈസ് സോ ഫിക്കിൾ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ അവൾ അത്രയ്ക്ക് ചഞ്ചല മനസ്സുള്ളവളാണ്. അതായത് അവളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നവളാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മൾ ഫോൺ നമ്പറൊക്കെ കൊടുക്കാൻ നേരത്ത് എൻ്റെ നമ്പർ എഴുതിയെടുക്കുക എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? റൈറ്റ് ഡൗൺ മൈ നമ്പർ. റൈറ്റ് ഡൗൺ മൈ നമ്പർ. റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കുക എന്നുള്ള മീനിങ് ആണ്. സോ റൈറ്റ് ഡൗൺ മൈ നമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ എഴുതിയെടുക്കുക എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പം അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കത്തുള്ളൂ അല്ലേ? അതായത് എന്ത് കഴിക്കാൻ കൊടുത്താലും അവർക്ക് താല്പര്യമുള്ളത് മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിക്കുന്നതിന് നമ്മൾ പിക്കി ഈറ്റർ എന്നാണ് പറയുന്നത്. സോ അവനിങ്ങനെ തിരഞ്ഞെടുത്ത ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയണമെങ്കിൽ ഹീ ഈസ് എ പിക്കി ഈറ്റർ എന്ന് പറയാം. ഹീ ഈസ് എ പിക്കി ഈറ്റർ. അതായത് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ എന്നാണ് മീനിങ്. ഇതേപോലെ തന്നെ ഇപ്പം ചില ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. സോ അങ്ങനെയുള്ളവരെ നമ്മൾ പിക്കി എന്ന് പറയാം. സോ നമുക്കിങ്ങനെ പറയണം: അവൻ്റെ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവാണ്. അതായത് അവന് ഇഷ്ടമുള്ള വസ്ത്രം മാത്രമേ അവൻ തിരഞ്ഞെടുക്കാറുള്ളൂ. സോ അത് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം: ഹീ ഈസ് വെരി പിക്കി അബൌട്ട് ഹിസ് ക്ലോത്ത്സ്. ഹീ ഈസ് വെരി പിക്കി അബൌട്ട് ഹിസ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നുള്ള മീനിങ് ആണ്. ഹീ ഈസ് വെരി പിക്കി അബൌട്ട് ഹിസ് ക്ലോത്ത്സ്. ഇനി ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിൽ അത്രയ്ക്ക് ശ്രദ്ധാലു ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ഐ എം നോട്ട് ദാറ്റ് പിക്കി. ഐ എം നോട്ട് ദാറ്റ് പിക്കി എന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കുന്നതിൽ അത്രയ്ക്ക് ശ്രദ്ധാലു അല്ല എന്നുള്ള മീനിങ് ആണ്. ഐ എം നോട്ട് ദാറ്റ് പിക്കി. ഇനി അടുത്തത്, ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ആരെങ്കിലും വന്നോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? Did anybody come while I wasn't here? Did anybody come while I wasn't here? എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ആരെങ്കിലും വന്നോ എന്നാണ് മീനിങ്. ഡിഡ് എനിബഡി കം എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വന്നോ എന്നാണ്. വൈൽ ഐ വാസൻറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് എന്നുള്ള മീനിങ് ആണ്. ഡിഡ് എനിബഡി കം വൈൽ ഐ വാസൻറ്റ് ഹിയർ. ഇത് നമുക്ക് വേറൊരു രീതിയിലും ചോദിക്കാം: എൻ്റെ അഭാവത്തിൽ, അതായത് ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് എന്നുള്ള മീനിങ് ആണ്. സോ അങ്ങനെ വരുമ്പം ഡിഡ് എനിബഡി കം ഇൻ മൈ ആബ്സെൻസ് എന്ന് ചോദിക്കാം. ഡിഡ് എനിബഡി കം ഇൻ മൈ ആബ്സെൻസ് എന്ന് പറഞ്ഞാലും ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ആരെങ്കിലും വന്നോ എന്നുള്ള മീനിങ് ആണ്. ഡിഡ് എനിബഡി കം ഇൻ മൈ ആബ്സെൻസ്. ഇനി അടുത്തത്, ഈ ജോലി പൂർത്തിയായോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് ദിസ് വർക്ക് ഡൺ? ഈസ് ദിസ് വർക്ക് ഡൺ? ഡൺ എന്നതുകൊണ്ട് പൂർത്തിയായോ, തീർന്നോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈസ് ദിസ് വർക്ക് ഡൺ എന്ന് ചോദിച്ചാൽ ഈ ജോലി പൂർത്തിയായോ എന്നാണ്. ഇനി നമ്മളെപ്പോഴും പറയത്തില്ലേ, അവൻ്റെ വാക്ക് കേട്ട് അവനെ വിശ്വസിക്കരുത്. അതായത് അവൻ പറയുന്നത് കേട്ട് അത് അവൻ ചെയ്യുമെന്ന് വിശ്വസിക്കരുത് എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? അതിന് യൂസ് ചെയ്യുന്ന ഫ്രേസ് ഡോണ്ട്
ടേക്ക് ഹിം അറ്റ് ഹിസ് വേർഡ് എന്നാണ്. ഡോണ്ട് ടേക്ക് ഹിം അറ്റ് ഹിസ് വേർഡ് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് കേട്ട് അവനത് ചെയ്യുമെന്നൊരിക്കലും വിശ്വസിക്കരുത് എന്നാണ് മീനിങ്. ഡോണ്ട് ടേക്ക് ഹിം അറ്റ് ഹിസ് വേർഡ്. ഇനി അടുത്തത്, എനിക്ക് നിന്നോട് തർക്കിക്കാൻ സമയമില്ല. അതെങ്ങനെയാണ് പറയുന്നത്? ഇത് ഒന്നുകിൽ നമുക്ക് ഐ ഡോണ്ട് ഹാവ് ടൈം ടു ആർഗ്യൂ വിത്ത് യു എന്ന് പറയാം. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ആർഗ്യൂ വിത്ത് യു. ആർഗ്യൂ എന്ന് പറഞ്ഞാൽ തർക്കിക്കുക എന്നാണ്. സോ എനിക്ക് നിന്നോട് തർക്കിക്കാൻ സമയമില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് ടൈം ടു ആർഗ്യൂ വിത്ത് യു എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഹാവ് നോ ടൈം ടു ആർഗ്യൂ വിത്ത് യു എന്ന് പറയാം. ഐ ഹാവ് നോ ടൈം ടു ആർഗ്യൂ വിത്ത് യു. രണ്ടിൻ്റെയും മീനിങ് എനിക്ക് നിന്നോട് തർക്കിക്കാൻ സമയമില്ല എന്നാണ്. ഇനി അടുത്തത്, ഇപ്പം നമ്മളുടെ ഡ്രസ്സ് എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് ചെറുതായിട്ടൊന്ന് കീറിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ചാരി നിന്ന് ഇച്ചിരി ചെളി പറ്റി, അപ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ അത് എളുപ്പത്തിൽ കാണാവുന്നതാണോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഈസ് ദാറ്റ് നോട്ടിസബിൾ? ഈസ് ദാറ്റ് നോട്ടിസബിൾ? നോട്ടിസബിൾ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ കാണാവുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷമായ എന്നൊക്കെയുള്ള മീനിങ് ആണ്. സോ ഇത് പെട്ടെന്ന് അല്ലെങ്കിൽ എളുപ്പത്തിൽ കാണാവുന്നതാണോ എന്ന് ചോദിക്കാനാണ് ഈസ് ദാറ്റ് നോട്ടിസബിൾ. ഇനി അടുത്തതാണ്, മറ്റെവിടെയും പോകേണ്ടതില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? നോ നീഡ് ടു ഗോ എൽസ്വെയർ. നോ നീഡ് ടു ഗോ എൽസ്വെയർ. എൽസ്വെയർ എന്ന് പറഞ്ഞാൽ മറ്റെവിടെയും എന്നുള്ള മീനിങ് ആണ്. സോ മറ്റെവിടെയും പോകേണ്ടതില്ല എന്ന് പറയാനാണ് നോ നീഡ് ടു ഗോ എൽസ്വെയർ. ഇനി അടുത്തത്, തിടുക്കത്തിൽ തീരുമാനമെടുക്കരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡോണ്ട് മേക്ക് ഹേസ്റ്റി ഡിസിഷൻ. ഡോണ്ട് മേക്ക് ഹേസ്റ്റി ഡിസിഷൻ. ഹേസ്റ്റി എന്ന് പറഞ്ഞാൽ തിടുക്കത്തിലുള്ള എന്നുള്ള മീനിങ് ആണ്. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം. സോ പെട്ടെന്ന് തീരുമാനമെടുക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് മേക്ക് ഹേസ്റ്റി ഡിസിഷൻ. പിന്നെ അടുത്തത്, നമ്മളിങ്ങനെ പറയത്തില്ലേ എൻ്റെ മൂഡ് നശിപ്പിക്കരുത് അല്ലെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ നശിപ്പിക്കരുത് എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഡോണ്ട് സ്പോയിൽ മൈ മൂഡ്. ഡോണ്ട് സ്പോയിൽ മൈ മൂഡ്. സ്പോയിൽ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ്. മൂഡെന്ന് പറഞ്ഞാൽ മാനസികാവസ്ഥ. സോ ഡോണ്ട് സ്പോയിൽ മൈ മൂഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ നശിപ്പിക്കരുത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നിങ്ങളെ തിരികെ വിളിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം ഏതാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് വുഡ് ബി ആൻ ഐഡിയൽ ടൈം ടു കോൾ യു ബാക്ക്? വാട്ട് വുഡ് ബി ആൻ ഐഡിയൽ ടൈം ടു കോൾ യു ബാക്ക്? ടു കോൾ യു ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തിരികെ വിളിക്കാൻ എന്നുള്ള മീനിങ് ആണ്. വാട്ട് വുഡ് ബി ആൻ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ ഏതാണ് അനുയോജ്യമായ സമയം എന്നാണ് മീനിങ്. സോ വാട്ട് വുഡ് ബി ആൻ ഐഡിയൽ ടൈം ടു കോൾ യു ബാക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങളെ തിരികെ വിളിക്കാൻ അനുയോജ്യമായിട്ടുള്ള സമയം എപ്പോഴാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് വളരെ ബിസിയാണ്, അതായത് നമുക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എങ്ങും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അത്രയ്ക്ക് തിരക്കിലാണെങ്കിൽ നമുക്ക് അവിടെ ടൈഡ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം, അവൾ ഈ നിമിഷം ഒരു മീറ്റിങ്ങിൽ തിരക്കിലാണ്, ഞാൻ അവളോട് പിന്നീട് നിന്നെ വിളിക്കാൻ ആവശ്യപ്പെടാം. അതെങ്ങനെ പറയും? ഷീ ഈസ് ടൈഡ് അപ്പ് ഇൻ എ മീറ്റിംഗ് അറ്റ് ദ മൊമെൻറ്റ് ബട്ട് I will ask her to call you later. But I will ask her to call you later. She is tied up in a meeting at the moment, but I will ask her to call you later. She is tied up in a meeting എന്ന് പറഞ്ഞാൽ അവൾ മീറ്റിങ്ങിൽ വളരെയധികം തിരക്കിലാണ് എന്നാണ് മീനിങ്. അറ്റ് ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ നിമിഷം. ബട്ട് ഐ വിൽ ആസ്ക് ഹർ ടു കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ അവളോട് നിന്നെ പിന്നീട് തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടാം എന്നാണ് മീനിങ്. ഷീ ഈസ് ടൈഡ് അപ്പ് ഇൻ എ മീറ്റിംഗ് അറ്റ് ദ മൊമെൻറ്റ് ബട്ട് ഐ വിൽ ആസ്ക് ഹർ ടു കോൾ യു ലേറ്റർ. ഇനി അടുത്തത്, ഈ ജാറിൻ്റെ അടപ്പൊന്ന് അഴിച്ചു തരാമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ക്യാൻ യു ലൂസൺ ദ ലിഡ് ഓഫ് ദിസ് ജാർ? ക്യാൻ യു ലൂസൺ ദ ലിഡ് ഓഫ് ദിസ് ജാർ? ലിഡ് എന്ന് പറഞ്ഞാൽ അടപ്പ് എന്നുള്ള മീനിങ് ആണ്. ലൂസൺ എന്ന് പറഞ്ഞാൽ അഴിക്കുക. ഈ ജാറിൻ്റെ അടപ്പൊന്ന് അഴിച്ചു തരാമോ എന്ന് ചോദിക്കാൻ ക്യാൻ യു ലൂസൺ ദ ലിഡ് ഓഫ് ദിസ് ജാർ? ക്യാൻ യു ലൂസൺ ദ ലിഡ് ഓഫ് ദിസ് ജാർ? ഇനി അടുത്തത്, മഴ പെയ്തിട്ട് വെള്ളം പോകാതെ വെള്ളം കെട്ടി നിൽക്കത്തില്ലേ, അതിന് വാട്ടർ ലോഗിങ് എന്നാണ് പറയുന്നത്. വാട്ടർ ലോഗിങ്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം, ഗ്രൗണ്ടിലെ വെള്ളം കെട്ടി നിൽക്കുകയാണ് എന്ന് പറയാൻ ദ ഗ്രൗണ്ട് ഈസ് വാട്ടർ ലോക്ക്ഡ് എന്ന് പറയാം. ദ ഗ്രൗണ്ട് ഈസ് വാട്ടർ ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലെ വെള്ളം കെട്ടി നിൽക്കുകയാണ് എന്നുള്ള മീനിങ് ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.